ഹിന്ദു, ബുദ്ധ, സിഖ് മതങ്ങളിൽ നിന്ന് മതം മാറിയവർക്ക് പട്ടികജാതി പദവി ലഭിക്കില്ല എന്ന ഐതിഹാസികമായ വിധി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്, രസകരമായ കഥ. ആ കഥയാണ് ഞാൻ നിങ്ങളോട് ഭാരത് ലൈവിൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സംഭവം തുടങ്ങുന്നത് 2011 2011 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ പിട്ടാണിപ്പാലം എന്ന സ്ഥലത്ത് ഹിന്ദുമതത്തിലെ മദിക എന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മതം മാറി പാസ്റ്ററായി. ചിന്താട ആനന്ദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പിന്നീട് മതം മാറിയപ്പോൾ ചിന്താട ആനന്ദ് പോൾ എന്ന പേര് സ്വീകരിക്കുകയും നാടെങ്ങും സുവിശേഷ പ്രസംഗം നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തു. 2011 ഇദ്ദേഹം മതം മാറിയത്. ഇദ്ദേഹവും ഭാര്യയും മാറി എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അങ്ങനെ മാറി ആരുടെയൊക്കെയോ പ്രലോഭനങ്ങളിൽ പെട്ടാണ് ഈ പാവം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഈ ചിന്താട ആനന്ദ് മതം മാറി പാസ്റ്ററായി മാറി ചിന്താട ആനന്ദ് പോൾ എന്ന പേര് സ്വീകരിച്ച് നാടെങ്ങും ഈ സുവിശേഷ പ്രസംഗവും ദൈവിക രോഗശാന്തി ശുശ്രൂഷയുമായിട്ട് നടന്നത്. എന്തായാലും അങ്ങനെ നല്ല വരുമാന മാർഗമുള്ള ഒരു ജോലിയായിരുന്നു അത്. അദ്ദേഹത്തിന് കാര്യമായിട്ട് സാമ്പത്തികം കിട്ടാനും തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകവേ 2020 ഡിസംബർ മാസത്തിൽ ദോമ കോടി റെഡ്ഡി എന്ന ആളിൻ്റെ വീട്ടിൽ ഇദ്ദേഹം ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ചെന്നു. അവിടെ ആ പ്രാർത്ഥന നടത്തിയ ഈ പാസ്റ്റർ തൻ്റെ ദൈവം മാത്രമാണ് ദൈവമെന്നും മറ്റുള്ള ദൈവങ്ങളൊന്നും, അതായത് മറ്റ് മതവിശ്വാസങ്ങൾ അനുസരിച്ചുള്ള ദൈവിക സങ്കല്പങ്ങളെല്ലാം തെറ്റാണെന്നും അവിടെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് ക്ഷുഭിതരായ കുറച്ച് ആൾക്കാർ അവിടെ എത്തുകയും ഇത് അവസാനിപ്പിക്കാൻ ഈ ആനന്ദ് പോളിനോട്, അതായത് ചിന്താട ആനന്ദ് പോളിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. വളരെ ക്ഷമാശീലനായ പാസ്റ്റർ അത് അനുസരിക്കുകയും അദ്ദേഹം നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ 2021 ജനുവരി 3 പാസ്റ്റർ വീണ്ടും ഈ കലാപരിപാടി തുടർന്നു. ഇത്തവണ ക്ഷമ ഒട്ടുമില്ലാതിരുന്ന ഈ റെഡ്ഡി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, ഏതാണ്ട് 27 പേരാണ് ആ കേസിൽ പ്രതിയായിരിക്കുന്നത്. അങ്ങനെ കുറച്ചാൾക്കാർ ചേർന്ന് ഈ പാസ്റ്ററെ പഞ്ഞിക്കിട്ടു. നല്ല അടി പാസ്റ്റർക്ക് കിട്ടി. പാസ്റ്റർ നേരെ, അതായത് ശരീരമാസകലം പരുക്കേറ്റു. ഈ പറഞ്ഞതുപോലെ തൻ്റെ ദൈവസങ്കല്പം മാത്രമാണ് ശരി എന്നു മാത്രമല്ല, മറ്റ് മതങ്ങളിലെ ദൈവസങ്കല്പങ്ങളെല്ലാം തെറ്റാണെന്നും അത് വളരെ മോശമായി ആ ദൈവസങ്കല്പങ്ങളെ വിശേഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് പാസ്റ്റർ പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് ആൾക്കൂട്ടം, ഈ റെഡ്ഡിമാർ കോപാകുലരായി ക്ഷമ നശിച്ച് ഈ പാസ്റ്ററെ കൈകാര്യം ചെയ്തത്. തുടർന്ന് പാസ്റ്റർ ആശുപത്രിയിലായി. പിന്നീട് പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് എത്തി ഈ 27 പേരെയും അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. അതായത് ജനുവരി 25 ചാണ്ടാല പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തത്. അതിൻ്റെ ക്രൈം നമ്പർ 8/2021. അത് പോലീസ് CRPC 323, 341, 506, 34 എന്നീ വകുപ്പുകൾ പ്രകാരവും പട്ടികജാതി അതിക്രമ നിരോധന നിയമത്തിലെ 3 അതിൻ്റെ ഉപവകുപ്പുകളും ചേർത്താണ് 27 പേരെ പ്രതിയാക്കിയത്. എന്നാൽ ആന്ധ്രയിലെ രീതി അനുസരിച്ച് ഈ കേസിൽ തഹസീൽദാർ ചിന്താട ആനന്ദ് പോളിൻ്റെ ജാതി നിർണയിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കോടതിയിലേക്ക് ഈ ആൾ പട്ടികജാതിക്കാരനാണ് എന്ന ഒരു റിപ്പോർട്ട് കൊടുക്കണം. പക്ഷേ ഇവിടെ ഈ റിപ്പോർട്ട് തഹസീൽദാർ നൽകിയത് ഇങ്ങനെ പട്ടികജാതിക്കാരനായിരുന്ന ആനന്ദ്, ചിന്താട ആനന്ദ് 2011, അതായത് 10 വർഷം മുമ്പ് മതം മാറി ക്രിസ്തുമതം സ്വീകരിച്ച് പാസ്റ്ററായി മാറി എന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. ഇത് സ്വീകരിച്ച കോടതി ഈ ആനന്ദിനോട്, ചിന്താട ആനന്ദിനോടും ഭാര്യയോടും ഇതേക്കുറിച്ച് നേരിട്ട് കോടതിയിൽ ഹാജരായപ്പോൾ അന്വേഷിച്ചു. ഇരുവരും തങ്ങൾ മതം മാറിയെന്ന് സമ്മതിച്ചു. പക്ഷേ പട്ടികജാതി പദവി നിലനിൽക്കും, അതായിരുന്നു ഇരുവരുടെയും വാദം. കോടതി അത് അംഗീകരിച്ചില്ല. തുടർന്ന്
ആ കുറ്റപത്രത്തിനെ ചോദ്യം ചെയ്ത് ഈ 27 പേർ, അതായത് കേസിൽ പ്രതികളായ 27 പേർ ആന്ധ്ര ഹൈക്കോടതിയെ സമീപിച്ചു. ആന്ധ്ര ഹൈക്കോടതി ഈ ഹർജി വിശദമായി വാദം കേട്ട് ഹിന്ദുവായ വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് മതം മാറി ക്രൈസ്തവ മതത്തിലേക്ക് മാറുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ പട്ടികജാതി പദവി നിലനിൽക്കില്ല എന്ന് കണ്ട് ഈ കേസിലെ പട്ടികജാതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളെല്ലാം നീക്കം ചെയ്തു. ഈ ഒരു കോടതി നടപടിക്കെതിരെ എങ്ങനെയൊക്കെയോ പണം സ്വരുക്കൂട്ടി ചിന്താട ആനന്ദ് പോളും ഭാര്യയും സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഈ കേസ് വിശദമായി വാദം കേട്ട ശേഷമാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. അതായത് ഈ ചിന്താട ആനന്ദ് പോൾ എന്ന പാസ്റ്ററാണ് ഇങ്ങനെയൊരു വിധി ഹിന്ദു, സിഖ് തുടങ്ങിയ ബൗദ്ധ മതങ്ങളിൽ നിന്ന് മാറി ക്രിസ്തുമതമോ മറ്റേതെങ്കിലും മതമോ സ്വീകരിച്ചാൽ അവർക്ക് പട്ടികജാതി പദവി, അതായത് ഈ മതങ്ങളിലെ പട്ടികജാതിക്കാർ മതം മാറി മറ്റേതെങ്കിലും മതങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ പട്ടികജാതി പദവി നിലനിൽക്കില്ല എന്ന വിധി പുറപ്പെടുവിക്കാൻ കാരണം. എന്തായാലും ചിന്താട ആനന്ദ് പോളിന് നന്ദി, സ്വസ്തി. അദ്ദേഹത്തിൻ്റെ ആയുസ് ദൈവം സംരക്ഷിക്കട്ടെ, നീണാൾ വാഴട്ടെ അദ്ദേഹം. കാരണം ഏറ്റവും നല്ല ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വരാൻ കാരണമായത് ചിന്താട ആനന്ദ് പോളാണ്. അദ്ദേഹവും ഭാര്യയും കൂടി നടത്തിയ നിയമ പോരാട്ടം സത്യത്തിൽ ഹിന്ദുക്കൾക്കും സിഖ് ബൗദ്ധ മതങ്ങളിലെയും ഹിന്ദുക്കളിലെയും പട്ടികജാതിക്കാർക്ക് വലിയ ഒരു സംരക്ഷണമാണ് തീർത്തിരിക്കുന്നത്. എന്തായാലും ഈ മതങ്ങളിലെ പട്ടികജാതിക്കാരായ ആൾക്കാർ ഇതുപോലെ മതം മാറി മറ്റു മതങ്ങളിലേക്ക് പോയാൽ അവർക്ക് ആനുകൂല്യങ്ങൾ, പട്ടികജാതിക്കാർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഹിന്ദുക്കൾ, ബൗദ്ധർ, അതുപോലെ സിഖുകാർ, ഈ മതങ്ങളിലല്ലാതെ മറ്റൊരു മതത്തിലും ജാതീയമായ വേർതിരിവില്ല. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലേക്ക് മതം മാറിയാൽ ജാതീയമായ ആനുകൂല്യങ്ങൾക്കും അർഹരാകില്ല. കാരണം അവർ ജാതിയും മതവും വെടിഞ്ഞാണ് മതം മാറുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജാതീയമായ ആനുകൂല്യങ്ങൾ വേണമെന്ന അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. ലക്ഷങ്ങളും കോടികളും മുടക്കി പാവപ്പെട്ട ഹിന്ദുക്കളിലെയും സിഖ് ബൗദ്ധ മതങ്ങളിലെയും പട്ടികജാതിക്കാർക്ക് സുപ്രീം കോടതി വരെ പോയി ഇത്തരത്തിൽ കേസൊന്നും നടത്താൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഈ ആനന്ദ് പോളിന് അത് സാധിച്ചു. ആനന്ദ് പോളിൻ്റെ ആ ഒരു നടപടി കൊണ്ട് വാസ്തവത്തിൽ ഗുണമുണ്ടായത് ഹിന്ദുക്കൾക്കാണ്, ബൗദ്ധർക്കാണ്, സിഖുകാർക്കാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ നിന്ന്, ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, കേരളത്തിൽ നിന്ന് ഒട്ടനവധി പേർ ഇതുപോലെ മതം മാറി, അതായത് ഹിന്ദുക്കളിലെ പട്ടികജാതിക്കാരായ ആൾക്കാർ മതം മാറി മറ്റു മതങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇവർ സൂത്രത്തിൽ ചില ഹിന്ദു സംഘടനകളെ സമീപിച്ച് ഇങ്ങോട്ടേക്ക്, അതായത് തിരിച്ച് ഹിന്ദുവായി മതം മാറണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ മതം മാറ്റത്തിന് വിധേയരായി സർട്ടിഫിക്കറ്റ് വാങ്ങി തൊഴിൽ അടക്കമുള്ള, സർക്കാർ ജോലി അടക്കമുള്ള സകല ആനുകൂല്യങ്ങളും കൈപ്പറ്റുകയും ചെയ്തു വരുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. 1962 ഒരു നിയമം വെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ തിരിച്ചു വരുന്നത്. അതായത് എൻ്റെ നിലവിലെ മതവിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ പൂർവിക മതത്തിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ് ഹിന്ദു മതത്തിലേക്കാണ് ഇവർ മടങ്ങുന്നത്. അങ്ങനെ മടങ്ങുമ്പോൾ പൂർവിക മതത്തിൽ താൻ മുമ്പ് വിശ്വസിച്ചിരുന്ന ആ മതത്തിൽ ഏത് ജാതിയിലാണോ താൻ ഉൾപ്പെട്ടിരുന്നത് ആ ജാതിയിൽ തനിക്ക് പ്രവേശനം ലഭിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ജാതിയിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ് 1962 നിയമം പറയുന്നത്. അതനുസരിച്ച് സൂത്രത്തിൽ ഹിന്ദു സംഘടനകളിൽ നിന്ന് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി തിരികെ, അതായത് മതം മാറിപ്പോയവർ മടങ്ങി ഹിന്ദുമതത്തിൽ വന്നതായിട്ട് രേഖകളുണ്ടാക്കി നിയമത്തിൻ്റെ കണ്ണു വെട്ടിച്ച് ആനുകൂല്യങ്ങൾ നേടുകയും എന്നാൽ സ്ഥിരമായി അവരുടെ ഈ മതം മാറ്റം ഏത് മതത്തിലേക്കാണോ മാറിയത് ആ മതത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കുകയും ചെയ്തു പോരുന്നു.
ഇതൊരു വലിയ ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പിനാണ് സുപ്രീം കോടതി അതിൻ്റെ നെറുകയിൽ തന്നെ, അതിൻ്റെ ഉച്ചന്തലയിൽ തന്നെ നല്ലൊരടി കൊടുത്തിരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള ഏതെങ്കിലും, അതായത് മതം മാറിപ്പോയ ആൾക്കാർ ഏതെങ്കിലും ഹിന്ദു സംഘടനകളെ സ്വാധീനിച്ച് പൂർവിക മതത്തിലേക്ക് മടങ്ങിയതായിട്ട് രേഖകളുണ്ടാക്കി ആനുകൂല്യങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടനടി അതിന്മേൽ നടപടി സ്വീകരിക്കാൻ കഴിയും. സുപ്രീം കോടതിയുടെ വിധി നമ്മെ അതിന് സഹായിക്കും. ആ വിധി കൃത്യമായിട്ടും ഈ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അങ്ങനെ ആനുകൂല്യങ്ങൾ നേടുന്നത് തെറ്റാണ്. ഈ പറയുന്നത് പോലെ ഹിന്ദു മതത്തിലെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മാത്രമാണ് ആനുകൂല്യങ്ങൾക്ക് അർഹർ. അല്ലാതെ മതം മാറിപ്പോയവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും കൊടുക്കാൻ പാടില്ല എന്ന ആ ഒരു കാര്യം കൂടി കോടതി വിധി വ്യക്തമാക്കുന്നു. മാത്രമല്ല, ദളിത് ക്രൈസ്തവർ, അവശ ക്രൈസ്തവർ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പലരും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വർഷങ്ങളായി വൻ തുകകൾ ചെലവഴിച്ച് നിയമ പോരാട്ടം അടക്കം നടത്തി വരുന്നുണ്ട്. ഈ കാര്യത്തിൽ അവരുടെ എല്ലാ നിയമ പോരാട്ടങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇനി അതിനൊന്നും യാതൊരു വിലയുമില്ല, യാതൊരു പ്രസക്തിയുമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. കൂടാതെ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് OBC സംവരണം കൊടുക്കുന്നുണ്ട്. ഇതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പിന്നാക്ക വിഭാഗം എന്ന ഗണത്തിൽ ഇവരെ എങ്ങനെ പെടുത്തി എന്നുള്ളത് ചരിത്രപരമായ അന്വേഷണത്തിന് കൂടി വഴിവെക്കേണ്ടതാണ്. എന്തായാലും ഈ വിഷയങ്ങളിൽ കൂടുതൽ സംവാദങ്ങളും ചർച്ചകളും നടക്കട്ടെ. മതം മാറ്റം എന്ന ഈ ഒരു തട്ടിപ്പ് അത് നിയമം മൂലം നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.